നീ ആട് പുതിയത് കണ്ടായിരുന്നു? പ്രകാശർമ്മല്ലേ ഈ ആടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ യൂസ് ചെയ്യണത് ക്രിയേറ്റീവ് കണ്ടന്റ് എന്നുള്ള ബേസാണ്. പുള്ളിക്കാരന്റെ ഏകദേശം എല്ലാ ആഡ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു കണ്ടന്റ് തന്നെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റോറി ബേസ്ഡാണ് പോരാത്തിന് ഈ ആഡിൽ എന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ചാല് ഫീമെയിലിനെ യൂസ് ചെയ്യാതെ മെയിലിനെ വെച്ച് ചെയ്ത് ഹിറ്റാക്കിയ ഒരു പുതിയൊരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഒരു അറിവില് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഫീമെയിലിനല്ലാതെ മെയിലിനെ വെച്ച് ചെയ്ത ആദ്യത്തെ ഒരു ജ്വല്ലേഴ്സിന്റെ ആടാണ്. പിന്നെ പുള്ളിക്കാരുടെ പഴയ ആളുകളുണ്ട്, പഴയ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കണ്ട മറ്റേ ജെംസിന്റെ പിന്നെ വോഡഫോണിന്റെ അതൊക്കെ നമ്മുടെ ഇന്നറില് ഉള്ളിൽ കുറെ തട്ടിയിട്ടുള്ള കുറെ മൂമെന്റ്സ് പുള്ളിക്കാരുടെ ആദ്യം കൊണ്ട്. പിന്നെ വോഡഫോണിന്റെ പട്ടി ഇപ്പോഴും പഗ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാത്ത കുറെ പേരുണ്ട്. അത് തന്നെ. ഇപ്പം ഈ വിൻസ്മയുടെ പരസ്യം തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആരും കൊതിച്ചു പോകുന്ന പറയുന്ന ക്രിയേറ്റീവ് കോപ്പി വെച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റീവ് സ്റ്റോറി തന്നെയാണ് പുള്ളിക്കാർ ചെയ്യുന്നത്. എനിക്ക് വളരെ ടച്ച് കിട്ടി എന്ന് വെച്ചാൽ എല്ലാവരും ശ്രദ്ധിക്കും. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആരും ആ കമ്പനിയുടെ പേര് ശ്രദ്ധിച്ചിട്ടില്ല. ജോലിന്റെ പേര് കൂടുതൽ ശ്രദ്ധിച്ചാൽ മോഹൻലാലിന്റെ അഭിനയം. പിന്നെ ഇപ്പൊ പുള്ളിക്കാരൻ വീഡിയോ ചെയ്തുകൊണ്ട് സിനിമ ചെയ്തുകൊണ്ട് ജോർജ് സാറിന്റെ വീഡിയോ എന്നുള്ള രീതിയിലാണ് ആരും കൊതിച്ചു പോകും. അതാണ്. ബട്ട് അതാരും ശ്രദ്ധിച്ചില്ല. എല്ലാരും ലാലേട്ടനെ ട്രോൾ ചെയ്യാനും പിന്നെ ആ ഒരു സ്റ്റോറി എല്ലാവരുടെ ഇന്നറിലോട്ട് കൊണ്ടുപോകാനും ശ്രദ്ധിച്ചുള്ളൂ. അത്രേ ഉള്ളൂ. നല്ലൊരു കോൺസെപ്റ്റ് ആയിരുന്നു പുള്ളിക്കാരന്റെ. ഏകദേശം എല്ലാം അതുപോലത്തെ ഒരു ടൈപ്പ് ആണ്.